തടവറയിലാക്കിയ ആൾക്കാരെ ഇന്ന് പുറത്തെടുക്കാൻ സമയമായിട്ടുണ്ട്. കുറച്ച് ദിവസമായിരുന്നു നമ്മൾ റൂബിക്കയും നെല്ലിക്കയും ഉപ്പിലിട്ട് വെച്ചിട്ട്. അപ്പോൾ അതെന്ത് പരുവായിന്ന് നോക്കാനുള്ള പോക്കാണിത്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കിതുപോലെ ഉപ്പിലിട്ട ഐറ്റംസും അച്ചാർ ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യുന്നതിലാണ്. എന്നെപ്പോലൊരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഉപ്പിലിട്ട് വെക്കുമ്പോൾ തന്നെ ആലോചിക്കുക അത് എപ്പോൾ എടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. എൻ്റെ ഈ മുഖത്ത് 100 വാട്ടിൻ്റെ ബൾബ് കത്തി നിൽക്കുന്നതും ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ് കേട്ടോ ഉപ്പിലിട്ടതും അതുപോലെ അച്ചാർ ഐറ്റംസും. നെല്ലിക്ക ഉപ്പിലിട്ടതായിട്ടില്ല, കുറച്ചുകൂടെ സെറ്റാവാനുണ്ട്. പക്ഷെ റൂബിക്ക ഉപ്പിലിട്ടത് ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ, അതുകൊണ്ട് അധികം ഇങ്ങനെ കോരി തിന്നാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ കഴിക്കാതിരിക്കുക. ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ പേടിച്ച് മറ്റൊരു റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലായിരുന്നു ഇത് കൊണ്ട് വെച്ചിരുന്നത്. പക്ഷെ ഓരോ ദിവസം കയറി ഇറങ്ങുമ്പോഴും ആയോ ആയോ എന്നുള്ള നോട്ടമായിരുന്നു. ഇന്നാണൊന്ന് പാകപ്പെട്ട് കിട്ടിയത്. സംഭവം സെറ്റായിട്ടൊരു 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ കയറി ഇറങ്ങി കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. തടവറയിലായ ബോട്ടിലിന് ഇന്നാണ് ശരിക്കും ഒരു മോചനം കിട്ടിയത്. ഓരോ ദിവസം കയറി ഇറങ്ങി ഓരോന്നോരോന്ന് പെറുക്കി തിന്നുമ്പോഴും എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഉപ്പിലിട്ടതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആളെ ഞാനിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. സംഭവം നല്ല കിടുവായിട്ടുണ്ട്.